നമസ്കാരം. ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞതിന് ഒരു ചോദ്യം ഇട്ടിരുന്നു. ആരും ഉത്തരമായിട്ടൊന്നും പ്രതികരിച്ച് കണ്ടില്ല. ചോദ്യം ഇതായിരുന്നു: ഒരു കിളി, കുറേ കിളികൾ പറന്നു പോകുമ്പോൾ ഒരു കുട്ടി ആശ്ചര്യം കൊണ്ടിട്ട് പറയുന്ന ഒരു 100 കിളി കാണും. അപ്പോൾ അതിലൊരു കിളി പറയുന്നു, 100 100 ഞങ്ങളും ഞങ്ങളോടൊപ്പവും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും പിന്നെ നീയും ചേർന്നാൽ 100 എന്നാണ്. അങ്ങനെയാണെങ്കിൽ എത്ര കിളികളുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ അത് ഞാൻ തന്നെ അങ്ങ് കണ്ടുപിടിക്കുക, എല്ലാവർക്കും അറിയാം, എന്നാലും കണ്ടുപിടിച്ച് ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ പറയുന്നത് ഞങ്ങളും ഞങ്ങളോടൊപ്പം എന്നാണേ. ഞങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊരു എക്സ് ആണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്, അതുകൊണ്ട് എക്സ് തന്നെ ഉപയോഗിക്കുക. എക്സ്, ഞങ്ങൾ എന്ന് പറയുന്നത് എക്സ് എണ്ണമുണ്ട്. ഞങ്ങളോടൊപ്പം പ്ലസ് എക്സ്, പിന്നെ ഞങ്ങളിൽ പകുതി, അതായത് 2 എക്സ്, അതിൽ പകുതി നിന്നുമ്പോൾ 2 പകുതി 4 എക്സ് പ്ലസ് പിന്നെ നീയുടെ ചേരണം. അപ്പോഴേ എത്ര ആവും? 100. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം എന്ന് കരുതണം. ഇത് 1 എക്സ്, ഇത് ഒന്നുകൂടെ ആകുമ്പോൾ 2 എക്സ്, 2.5 എക്സ്, 2.25 എക്സ്, 2ഉം 4ൽ 3 എക്സ് പ്ലസ് 1 സീക്കൽ 100. ഞാൻ എളുപ്പം കൂട്ടിയെന്നുള്ളത്. ഇത് 1 എക്സ് ഇടുമ്പോൾ 2 എക്സ്, ഇത് 1/2 എക്സ്, അപ്പോൾ 2.5 എക്സ്, 2.25 എക്സ് എന്ന് പറയുന്ന അതിൻ്റെ കൂടെ 100 കൂട്ടുമ്പോൾ 100 ആവും. അപ്പം 2.25 എക്സ് ആണേ എക്സ് എന്ന് പറയുമ്പം. ഇപ്പോൾ ക്രിയ ചെയ്യുന്ന എളുപ്പത്തിന് +1 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പം 100 - 1. അപ്പം ഈ 2.25 എക്സ് എന്ന് പറയുന്നത് സമം 100 - 99. അപ്പം ഈ 99നെ 2.25 ഭാഗിച്ചാൽ എക്സ് കിട്ടും. എക്സ് സമം 99/2. അതൊക്കെ എഴുതി നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് വിഷമമുണ്ടാകാം. 2, 4, 8, 3, 11. ഇതിനെ 11/4 ആക്കാം. ഇതെന്ന് പറയാം. അപ്പം 99/11/4. അതിന് പകരം 99 × 4/11. കാരണം അതറിയാമല്ലോ, വിൽക്രമമാണത്. ഹരിക്കുന്നതിന്, ഈ ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുന്നതിന് അതിൻ്റെ വിൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പം ക്രിയ ചെയ്യാം. ഉള്ള സൗകര്യത്തിന് ഇപ്പോഴും അങ്ങോട്ട് വെക്കാം, ഇങ്ങോട്ട് മാറ്റി ചെയ്യാം. 99 × 4/11. 9, 11. ഇപ്പോൾ 9 × 4 = 36 ആൻസർ. നമുക്ക് കൂട്ടി നോക്കാം. അവർ പറഞ്ഞത് മാറ്റി വെക്കുന്നു. ഞങ്ങൾ 36, ഞങ്ങളോടൊപ്പം 36, ഞങ്ങളിൽ പകുതി 18, അതിൽ പകുതി 9, പിന്നെ നീ. ദാറ്റ് ഈസ് ഈക്വൽസ് 100. 16, 32, 72, 10, 82, 90, 99, 100. ഇതാണ് ആൻസർ. ഈ രീതിയിലാണ് നമ്മളത് കണ്ട് പിടിക്കേണ്ടത്. അല്ലാത്ത
ഈ ഇങ്ങനെ ക്രിയ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുമായിട്ടൊക്കെ അടുത്തതിന് നമുക്ക് വീണ്ടും കാണാം. നന്ദി.